ഗുരുത്വാകർഷണവും പ്രപഞ്ച ഊർജ പ്രവാഹവും പൂർണ്ണമായും മാറുന്ന ഒരു രാത്രി പ്രപഞ്ചത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു രാത്രിയിലെ ശരിയായ സാധനയ്ക്ക് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളെയും നിർഭാഗ്യങ്ങളെയും എന്നേക്കുമായി മായ്ക്കാൻ കഴിയുമെന്ന് സാധ്യമാണോ? ശിവരാത്രി ദിവസം മഹാദേവനെ ഗുരുവാക്കാൻ സാധിക്കുമോ? ശിവനെ പ്രീതിപ്പെടുത്താൻ വില കൂടിയ വഴിപാടുകളോ സങ്കീർണമായ മന്ത്രങ്ങളോ ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ രഹസ്യം നിങ്ങളുടെ ഉദ്ദേശ്യത്തിലും പുരാതന മുനിമാർക്ക് അറിയാമായിരുന്നതും എന്നാൽ ഇന്നത്തെ തിരക്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയതുമായ ഒരു രഹസ്യക്രിയയിലാണോ ഒളിഞ്ഞിരിക്കുന്നത്? മഹാശിവരാത്രി വെറുമൊരു ഉത്സവമല്ല, മറിച്ച് മനുഷ്യന് തന്റെ പരിമിതമായ അതിരുകൾ ഭേദിച്ച് മഹാദേവൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ അനന്തശക്തിയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും സംഗമബിന്ദുവാണ്. എന്നാൽ 2026 ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെടുന്നുണ്ടത് നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ ചെയ്യുന്ന ചെറിയൊരു തെറ്റും നിങ്ങളെ ഈ അവസരത്തിൽ നിന്ന് വഞ്ചിതരായേക്കാം, അകറ്റിയേക്കാം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢനും ആദിദേവനുമായ ശിവൻ ജനനമില്ലാത്തവനും അവസാനമില്ലാത്തവനുമാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രാത്രിയായ മഹാശിവരാത്രി ഈ വർഷം എപ്പോഴാണ് ആഘോഷിക്കുക എന്നതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇത് ഫെബ്രുവരി 15 ആണോ അതോ 16 ആണോ എന്നത്. ഈ ആശയക്കുഴപ്പം സ്വാഭാവികമാണ്, കാരണം പഞ്ചാംഗത്തിലെ തിഥികൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചല്ല നടക്കുന്നത്. ശിവമഹാപുരാണത്തിലെ വിദേശര സംഹിതയും പുരാതന ജ്യോതിഷ കണക്കുകൂട്ടലുകളും അനുസരിച്ച് നിശിതകാലം, അതായത് അർദ്ധരാത്രി സമയം ചതുർദശി തിഥിയിൽ വരുന്ന ദിവസമാണ് മഹാശിവരാത്രി വ്രതവും ജാഗരണവും അനുഷ്ഠിക്കേണ്ടത്. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച ചതുർദശി തിഥി ആരംഭിക്കുന്നു. അത് രാത്രി മുഴുവൻ ഉണ്ടായിരിക്കുമെന്നാൽ ഫെബ്രുവരി 16 രാവിലെ അത് അവസാനിക്കും. അതിനാൽ രാത്രി ജാഗരണം, തന്ത്രസാധന അല്ലെങ്കിൽ ശിവന്റെ പ്രത്യേക കൃപ ആഗ്രഹിക്കുന്ന സാധകർക്ക് ഫെബ്രുവരി 15 രാത്രിയാണ് ആ കാളരാത്രി. പ്രകൃതി തന്നെ നിങ്ങളുടെ നട്ടെല്ലിലൂടെ ഊർജത്തെ മുകളിലേക്ക് ഉയർത്താൻ തയ്യാറായിരിക്കുന്ന സമയം. നിങ്ങൾ 16-ാം തീയതിക്കായി കാത്തിരുന്നാൽ ആ ശുഭമുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ചോദ്യം ഇതാണ്: ഈ രാത്രിയിൽ മറ്റു 364 രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പ്രത്യേകതയുള്ളത്? അമാവാസിയോട് അടുത്ത ഈ ഇരുണ്ട രാത്രി മനുഷ്യ മസ്തിഷ്കത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനഃശാസ്ത്രവും ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ രാത്രിയിൽ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം ക്രമീകരിക്കപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായും ഊർജപ്രവാഹം മുകളിലേക്കുണ്ടാകുന്ന തരത്തിലാണെന്ന് ഋഗ്വേദവും ആധുനിക ശാസ്ത്രവും ഒരുപോലെ സമ്മതിക്കുന്നു. രാപ്പകൽ തന്റെ ഉത്കണ്ഠകളിലും ഭൗതിക സുഖങ്ങളിലും മുഴുകിയിരിക്കുന്ന ഒരു സാധാരണക്കാരന് ഈ രാത്രി ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി ബോധവാനായി ഇരിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബോധതലത്തെ ഉയർത്താൻ കഴിയും. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ പൂർവികർ പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു ജ്യോതിശാസ്ത്ര സംഭവമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ശിവതത്വം അഥവാ ആ പരമശൂന്യം ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് ഈ രാത്രിയിലാണെന്ന് അവർക്കറിയാമായിരുന്നു. ആ നിശബ്ദതയിൽ സ്വയം ഇല്ലാതാകുന്നതിലൂടെ മാത്രമേ ആ മഹാശക്തിയെ കണ്ടെത്താൻ കഴിയൂ. എന്നാൽ ഈ അത്ഭുതകരമായ രാത്രി പ്രയോജനപ്പെടുത്തുന്നതിനാളുകൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്നതും പിന്നീട് തങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടില്ലെന്ന് പരാതിപ്പെടുന്നതുമായ ആ 3 തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ തെറ്റ് ശിവനെ ഒരു ഇടപാടിനുള്ള മാർഗമായി കാണുന്നതും നിഷിദ്ധമായ വഴിപാടുകൾ ഉപയോഗിക്കുന്നതുമാണ്. ശിവപുരാണം വ്യക്തമായി പറയുന്നത് ശിവൻ ഒരു വൈരാഗിയാണെന്നാണ്. അലങ്കാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ പ്രതീകമായ വസ്തുക്കൾ അദ്ദേഹത്തിന് അർപ്പിക്കാറില്ല. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി ബോധവാനായി ഇരിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബോധതലത്തെ ഉയർത്താൻ കഴിയും. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ പൂർവികർ പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു ജ്യോതിശാസ്ത്ര സംഭവമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ശിവതത്വം അഥവാ ആ പരമശൂന്യം ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് ഈ രാത്രിയിലാണെന്ന് അവർക്കറിയാമായിരുന്നു. ആ നിശബ്ദതയിൽ സ്വയം ഇല്ലാതാകുന്നതിലൂടെ മാത്രമേ ആ മഹാശക്തിയെ കണ്ടെത്താൻ കഴിയൂ. എന്നാൽ ഈ അത്ഭുതകരമായ രാത്രി പ്രയോജനപ്പെടുത്തുന്നതിനാളുകൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്നതും പിന്നീട് തങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടില്ലെന്ന് പരാതിപ്പെടുന്നതുമായ ആ 3 തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ തെറ്റ് ശിവനെ ഒരിടപാടിനുള്ള മാർഗമായി കാണുന്നതും നിഷിദ്ധമായ വഴിപാടുകൾ ഉപയോഗിക്കുന്നതുമാണ്. ശിവപുരാണം വ്യക്തമായി പറയുന്നത് ശിവൻ ഒരു വൈരാഗിയാണെന്നാണ്.
അലങ്കാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ പ്രതീകമായ വസ്തുക്കൾ അദ്ദേഹത്തിന് അർപ്പിക്കാറില്ല. ഉദാഹരണത്തിന്, ബ്രഹ്മാവിന്റെ കള്ളത്തിന് സാക്ഷിയായതുകൊണ്ട് ശാപം കിട്ടിയ കൈതപ്പൂവ്, കെറ്റ്കി ഫ്ലവർ, അല്ലെങ്കിൽ വിഷ്ണുവിന് പ്രിയപ്പെട്ടതും ഭോഗവിനാശത്തിന്റെയോ ഗൃഹസ്ഥ സുഖത്തിന്റെയോ പ്രതീകമായി കരുതപ്പെടുന്ന തുളസി എന്നിവ. ശിവൻ സംഹാരകനാണ്. അദ്ദേഹം മോഹത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളായ മഞ്ഞളോ കുങ്കുമമോ അദ്ദേഹത്തിന് അർപ്പിക്കാറില്ല. മറിച്ച് ഭസ്മമാണ് അർപ്പിക്കുന്നത്. അവസാനമെല്ലാം ചാരമാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വെറുമൊരു ചടങ്ങല്ല, മറിച്ച് മനഃശാസ്ത്രപരമായി നിങ്ങളുടെ അഹങ്കാരത്തെ തകർക്കുന്ന പ്രക്രിയയാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ വീട്ടിൽ പൂജ ചെയ്യുമ്പോഴോ ആളുകൾ ചെയ്യുന്ന രണ്ടാമത്തെ വലിയ തെറ്റ് ഭാവമില്ലാതെ കേവലം ചടങ്ങുകളിൽ മാത്രം കുടുങ്ങിപ്പോകുക എന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, വാക്കുകളെ അല്ല മറിച്ച് വികാരങ്ങളെയും ചിത്രങ്ങളെയുമാണ് മനസ്സിലാക്കുന്നത് എന്ന് മനഃശാസ്ത്രം പറയുന്നു. നിങ്ങൾ ശിവലിംഗത്തിൽ ജലമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ജോലിയിലോ പണത്തിലോ ശത്രുക്കളിലോ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ പൂജ വ്യർത്ഥമാണ്. കാരണം ശിവൻ എന്നാൽ ഇല്ലാത്തതെന്നാണ് അർത്ഥം. ആ ശൂന്യതയുമായി ബന്ധപ്പെടാൻ നിങ്ങളും ശൂന്യമാകേണ്ടതുണ്ട്. ഈ രാത്രിയെ വെറുമൊരു ഉപവാസമോ പട്ടിണിക്കിടക്കൽ മത്സരമോ ആക്കി മാറ്റുന്നവർ മൂന്നാമത്തെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഉപവാസം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഉപ എന്നാൽ അടുത്ത്, വാസം എന്നാൽ വസിക്കുക എന്നതാണ്. ദൈവത്തിന് അരികിൽ വസിക്കുക എന്നാണ് അർത്ഥമല്ലാതെ ശരീരത്തെ കഷ്ടപ്പെടുത്തുക എന്നല്ല. എന്നാൽ ഇനി വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിലല്ല, മറിച്ച് ഉപനിഷത്തുകളിലെ ജ്ഞാനകാണ്ഡത്തിലും സന്യാസിമാരുടെ രഹസ്യവചനങ്ങളിലും കാണപ്പെടുന്ന ആ രഹസ്യവും അപ്രത്യക്ഷമായതുമായ സാധനയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വില കൂടിയ അനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്താൻ കഴിയുന്ന ഒരു വഴി. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, എന്നാൽ ശിവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അദ്ദേഹം സൃഷ്ടിച്ച ജീവികളോട് നിങ്ങൾ കാണിക്കുന്ന കരുണയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ശിവന്റെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തുന്ന 11, 21, 101 രൂപയുടെ ആ രഹസ്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രതിവിധിയുടെയും ആവശ്യമില്ല. നൂറ്റാണ്ടുകളായി സന്യാസിമാരുടെ രഹസ്യഗുഹകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നതും എന്നാൽ ഇന്നത്തെ ആധുനിക ബഹളങ്ങളിൽ വിസ്മരിക്കപ്പെട്ടതുമായ ആ രഹസ്യത്തിന്റെ പാളികൾ നമുക്ക് തുറക്കാം. മഹാശിവരാത്രിയുടെ ആ കനത്ത ഇരുണ്ട രാത്രിയിൽ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഒരു പരീക്ഷണം നടത്തണം. അത് മാന്ത്രിക വിദ്യയേക്കാൾ കുറഞ്ഞ ഒന്നല്ല, എന്നാൽ പൂർണ്ണമായും തർക്കശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും അധിഷ്ഠിതവുമാണ്. പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയി കല്ല് പ്രതിമയിൽ പാലും തേനും ഒഴിക്കുന്നു. എന്നാൽ വിശപ്പുകൊണ്ടോ രോഗം കൊണ്ടോ കഷ്ടപ്പെടുന്ന ക്ഷേത്രത്തിന് പുറത്തിരിക്കുന്ന ആ ജീവനുള്ള ശിവനെ നമ്മൾ അവഗണിക്കുന്നു. ഈ ജഗത്തിന്റെ ഓരോ കണികയിലും ഓരോ ജീവിയിലും ആ പരമാത്മാവ് വസിക്കുന്നു എന്ന് ഋഗ്വേദത്തിലെ പുരുഷസൂക്തവും ഈശാവാസ്യോപനിഷത്തും വ്യക്തമായി പറയുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, അങ്ങേയറ്റം നിസ്സഹായനായ ഒരു മനുഷ്യനെയോ മിണ്ടാപ്രാണിയെയോ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആ സഹായം നേരിട്ട് ആരുടെ പക്കലേക്കാണ് എത്തുക? ആ രാത്രിയിൽ നിങ്ങൾ വിഗ്രഹപൂജയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് രൂപയെടുത്തി തുക ഒരു ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിലല്ല, മറിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാനോ അവർക്ക് തൃപ്തി നൽകാനോ ചെലവഴിക്കുമെന്ന് സങ്കൽപ്പിക്കുക എന്ന തത്വത്തിലാണ് ഈ രഹസ്യ സാധന പ്രവർത്തിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, എന്നാൽ ഇതിനു പിന്നിലെ മനഃശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും നിങ്ങളുടെ രോമങ്ങളെ എഴുന്നേറ്റു നിൽക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ വളരെ ദരിദ്രനായ ഒരു രോഗിയെയോ വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ഒരു മൃഗത്തെയോ ഭക്ഷണമായോ മരുന്നായോ സഹായിക്കുമ്പോൾ ആ നിമിഷം ആ ജീവിയുടെ ആത്മാവിൽ നിന്ന് ഉയർന്ന ഊർജമുള്ള ഒരു തരംഗം പുറപ്പെടുന്നു. ശാസ്ത്രം അതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നു. ആത്മീയത അതിനെ പ്രാർത്ഥന അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് വിളിക്കുന്നു. ശിവമഹാപുരാണത്തിൽ ശിവനെ പശുപതിനാഥൻ എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മൃഗത്തിന്റെയോ ജീവിയുടെയോ കഷ്ടപ്പാട് നീക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് ഉടമയെ സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു പിതാവാണെന്നും നിങ്ങളുടെ കുട്ടിക്ക് ദാഹിക്കുമ്പോൾ ആരെങ്കിലും വെള്ളം നൽകിയെന്നും സങ്കൽപ്പിക്കുക. ആ അപരിചിതനോട് നിങ്ങൾക്ക് എത്രത്തോളം നന്ദി തോന്നും. ഇതേ സാഹചര്യം തന്നെയാണ് ഫെബ്രുവരി 15 രാത്രിയിലുണ്ടാകുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ നിങ്ങൾ ശിവനുമായി നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. കാരണം ആ രാത്രിയിൽ നിങ്ങൾ ചോദിക്കുന്നവരുടെ നിരയിൽ നിന്ന് മാറി നൽകുന്നവരുടെ, അതായത് ശിവന്റെ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്നു.
ഈ രഹസ്യ സാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദാനം ചെയ്യുന്നു എന്ന അഹങ്കാരം നിങ്ങൾക്കുണ്ടാകരുത് എന്നതാണ്. മറിച്ച് ആ പീഡിതന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള ശിവനെ സേവിക്കുകയാണെന്ന ബോധം മനസ്സിലുണ്ടായിരിക്കണം. സമുദ്രത്തിലെ തിരമാലകൾ വ്യത്യസ്തമായി കാണപ്പെടുമെങ്കിലും അവയെല്ലാം വെള്ളം തന്നെയാകുന്നതുപോലെ നമ്മളെല്ലാം ഒരേ ബോധത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് അദ്വൈത വേദാന്ത ദർശനം വിശദീകരിക്കുന്നു. നിങ്ങൾ മറ്റൊരാളുടെ വേദന കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ സമൃദ്ധിയുണ്ടെന്ന സന്ദേശമാണ് നിങ്ങൾ മനഃശാസ്ത്രപരമായി നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്ന. നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുവോ അത് കൂടുതൽ ആകർഷിക്കുന്നു എന്നാണ് പ്രപഞ്ച നിയമമായ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അതിനാൽ ആ രാത്രിയിൽ 11 അല്ലേൽ 101 രൂപയുടെ സഹായം ചെയ്യുന്നതിലൂടെ സ്വാർത്ഥതയും സങ്കുചിതത്വവും കാരണം തുറന്നിരുന്ന നിങ്ങളുടെ നിർഭാഗ്യത്തിന്റെ വാതിലുകൾ നിങ്ങൾ അടയ്ക്കുന്നു. ഭാഗ്യം മാറ്റുന്നതിനുള്ള ഏറ്റവും ശക്തവും ആധികാരികവുമായ വഴിയാണിതിനെ ഒരു ഗ്രഹനക്ഷത്രങ്ങൾക്കും തടയാൻ കഴിയില്ല. നരസേവയാണ് നാരായണ സേവയെന്നും ജീവസേവയാണ് ശിവസേവയെന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. സമുദ്രമഥന സമയത്ത് ശിവൻ കാളകൂട വിഷം കുടിച്ച് പ്രപഞ്ചത്തെ രക്ഷിച്ചു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ, അതായത് വിഷം തന്നിലേക്ക് ഏറ്റെടുക്കുകയോ അത് ദൂരീകരിക്കുകയോ ചെയ്യുന്നവൻ ശിവതുല്യനാകുന്നു എന്നാണ് ഈ സംഭവത്തിന്റെ ദാർശനിക അർത്ഥം. മഹാശിവരാത്രി രാത്രിയിൽ നിങ്ങൾ തണുത്തു വിറയ്ക്കുന്ന ഒരാൾക്ക് പുതപ്പ് നൽകുകയോ അല്ലെങ്കിൽ പരിക്കേറ്റ മൃഗത്തെ സഹായിക്കുകയോ ചെയ്യുമ്പോൾ. അതിനാൽ ഈ വർഷത്തെ മഹാശിവരാത്രിയിൽ ഫെബ്രുവരി 15 ആ നിഗൂഢ രാത്രിയിൽ ലോകം മുഴുവൻ ക്ഷേത്രങ്ങളിൽ തിരക്കുകൂട്ടി തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഏകാന്തതയിലോ വിജനമായ സ്ഥലത്തോ ശരിക്കും നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഒരു ജീവിയെ കണ്ടെത്തുക. മറിച്ച് ആ വ്യക്തിയുടെ വേദന കണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്ത വേദനയാണ് പ്രധാനം. നിങ്ങൾ ആ ജീവിയെ സഹായിച്ച ഉടൻ തന്നെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അവിടെ നിങ്ങളൊരു മനുഷ്യനെയോ മൃഗത്തെയോ കാണില്ല. അവിടെ ശിവൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പരമമായ ശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ നിമിഷമായിരിക്കും നിങ്ങളുടെ ഭാഗ്യരേഖകൾ മാറുന്നത്. കാരണം ആ നിമിഷം നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ സ്പർശിച്ചിട്ടുണ്ടാകും. ആളുകൾ മതത്തെ കച്ചവടമാക്കിയതുകൊണ്ടാണ് ഈ സാധന ഇത്ര രഹസ്യവും അപ്രത്യക്ഷവുമായതെന്നാൽ ശിവൻ ഭാവത്തിന്റെ വിശപ്പുള്ളവനാണ്. ഇത്തവണ മഹാശിവരാത്രിയെ വെറുമൊരു കലണ്ടറിലെ തീയതിയോ അവധിയോ ആയി കാണരുത് എന്ന് മാത്രമേ അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദുഃഖവും സുഖവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്ന ആ പരമോന്നത തലത്തിലേക്ക് നിങ്ങളുടെ ബോധത്തെ കൊണ്ടുപോകാനുള്ള അവസരമാണിത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷത്തെ ഗവേഷണത്തിന് ശേഷം കണ്ടെത്തിയ ജീവിതകലയാണ്. അപ്പോൾ ഇത്തവണ ശിവനെ ഒരു വിഗ്രഹത്തിലല്ല, മറിച്ച് ഒരാളുടെ പുഞ്ചിരിയിൽ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞേക്കാം, എന്നാൽ ദുഃഖിതനായ ഒരാളുടെ ഹൃദയത്തിലിരിക്കുന്ന ശിവന്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ ജനക്കൂട്ടത്തിന്റെ ഭാഗമാകുമോ അതോ ഒറ്റരാത്രി കൊണ്ട് ഭാഗ്യം മാറുന്ന ആ രഹസ്യപാതയിലെ സഞ്ചാരിയാകുമോ? അതെയാ, രാത്രിയിൽ നിങ്ങൾ ഈ പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം തീർച്ചയായും അനുഭവിക്കുക. കാരണം അതാണ് ശിവന്റെ യഥാർത്ഥ പ്രസാദം. നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഹരഹര മഹാദേവ് എന്ന് എഴുതുക. അങ്ങനെ മറ്റുള്ളവർക്കും ഇത് ചെയ്യാൻ പ്രചോദനമാകട്ടെ. ഓം നമഃ ശിവായ.